ഗൈസ് നമുക്ക് തന്നെ ഒരു സൺഡേ കണ്ടാലോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ ബ്രഷയിലും ഫ്രഷ് ആവലും കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് അവിടെ കുറച്ച് സ്നാക്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതും കഴിച്ച് നമ്മൾ ചായയും കുടിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഫ്രഷ് ആയി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് ഗൈസ് അമ്പലത്തിലോട്ട് പോണേ. അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി. വീണ്ടും അവിടെ നിന്ന് ഒരു 10 മിനിറ്റുള്ളൂ ഗൈസ് ഈ അമ്പലത്തിലോട്ട്. ഭയങ്കര റിലാക്സിങ് ആണ്, അധികം ക്രൗഡും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ അമ്പലകുളത്തിന്റെ അവിടെയൊക്കെ കുറച്ച് നേരം പോയി ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തൊഴുതിറങ്ങി ഞാനും അമ്മയും കൂടെ നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോഴാണെങ്കിൽ അവിടെ പറമ്പിൽ കൊള്ളിയും കപ്പയും രണ്ടും ഒന്നാണ്. നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കൊള്ളി പറിക്കാറായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊള്ളിയൊക്കെ പറിച്ചു. സൺഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് മീനായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല കപ്പയും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഒരു കുളമാണ് ഗൈസ്. അങ്ങനെ അവിടെ സന്ധ്യ ആകുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും വന്ന് കുളിക്കാനും വർത്താനം പറയാനൊക്കെ വന്നിരിക്കും. അത് അവിടെ കുളിക്കണോണ്ടാണ് ഞാൻ അവിടെ എടുക്കാത്തത്. അവർക്ക് നമ്മളൊരു ശല്യം വരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ സൈഡിലിരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് സൂര്യൻ പോണ ടൈം ആയപ്പോൾ നമ്മൾ വീട്ടിൽ പോകാറായിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ തിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു സൺഡേ. ബൈ.